ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ല പഞ്ഞു പോലുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം അരിയും ഉഴുന്നും വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 5 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉഴുന്നുകൂടി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 1/4 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 5 മണിക്കൂർ ഇതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഈ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു ഗ്ലാസ്സിൽ ഇത് അളന്നെടുത്താൽ മതിയാകും. ഇപ്പോൾ ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുതിർത്തി വെച്ചിരുന്ന അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. 1/4 കപ്പ് തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിൽ ഇത് അരച്ചെടുക്കുന്നത്. അരി അരച്ചത് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിലാണ് അരി ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കണം. അരി അരച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലേക്കാണ് ഈ ഉഴുന്ന് ചേർക്കുന്നത്. 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഉഴുന്നിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരിയുടെ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ബാറ്റർ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇഡ്ഡലി ചെയ്തിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ബാറ്റർ തയ്യാറാക്കി നോക്കൂ. ഇനി നമുക്ക് കുറച്ച് ചോറും കൂടി ഒന്ന് അരച്ചെടുക്കണം. 1/2 കപ്പ് ചോറാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയത്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതുകൂടി ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഓവർനൈറ്റാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. 8 മുതൽ 10 മണിക്കൂർ വരെ എടുക്കും മാവ് നല്ലതുപോലെ പൊങ്ങി വരാനായിട്ട്. ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതൊരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് കാണിച്ചു തരാം. നല്ല ക്രീം പോലെയാണ് ഇതിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അല്പം ഉപ്പ് കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ദോശയ്ക്കും ഞാൻ ഈ ബാറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ആദ്യത്തെ ദിവസം ഇഡ്ഡലി തയ്യാറാക്കും. അടുത്ത ദിവസം ഇതേ ബാറ്റർ തന്നെയാണ് ദോശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
രണ്ട് ഇഡ്ഡലി തട്ടിലും അല്പം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും ഇഡ്ഡലി നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് തട്ടിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റാണ് ഞാനിത് സ്റ്റീം ചെയ്യുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് തീ കൂട്ടി തന്നെ വയ്ക്കുക. അപ്പോഴാണ് ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വരുന്നത്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്താൽ മതി. ഇപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 തട്ട് ഞാനിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയ ശേഷം ഈ തട്ടിൽ നിന്നും എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ ഒരു സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും നമുക്ക് ഓരോ ഇഡ്ഡലിയായിട്ടൊന്ന് ഇളക്കി മാറ്റാം. ഇപ്പോൾ എല്ലാ ഇഡ്ഡലിയും ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചട്നിയും സാമ്പാറിൻ്റെയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് ഞാനിന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ല പഞ്ഞു പോലുള്ള ഇഡ്ഡലി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ.